തുറന്നു പറയും, ഒരു കാര്യം തുറന്നുകൊണ്ട് പറയും. അതിനകത്ത് അലങ്കാരങ്ങൾ ആവശ്യമില്ല, താളം ആവശ്യമില്ല, വൃത്തം ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് പറയാം. ഒരുപാട് ദീർഘിച്ചാൽ അതിൻ്റെ ഒരു മുന പോകും, അതിൻ്റെ ഒരു മൂർച്ച പോകും. അതുകൊണ്ട് വലിയ ദീർഘമായിട്ടുള്ള കവിത അത് ആവിഷ്കാരത്തെ പറ്റിയത്. ഈ നഗ്ന കവിത എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് തെലുങ്കിലാണ്. തെലുങ്കിലെ ദിഗംബര കവിത എന്ന് പറയുന്നത് ആ രീതിയുണ്ട്. അതിലെ ആദ്യം പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കവി എന്ന് പറയുന്നത് ശനീശ്വരി എന്ന് പറയുന്ന കവിതയാണ്. അതിലേക്ക് ഒരുപാട് ആൾക്കാർ വരവറാവു, ഗദ്ദർ, എല്ലാവർക്കും അറിയാവുന്ന ഗദ്ദർ, ജ്വാലാമുഖി, നഗ്നമൊഴി, അങ്ങനെയുള്ള ഒരുപാട് കവികൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരാണ് ഈ നഗ്ന കവിത എന്ന് ആദ്യമായിട്ട് നഗ്ന ദിഗംബര കവിത എന്ന് പറയാം. അവരുടെ കവിതയ്ക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് അല്പം ദീർഘം തന്നെയാണ് കവിത. പക്ഷെ ഇത് മുഴുവൻ പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയ ജാഗ്രതയുള്ള കവിതകളാണ്. ഇമ്പീരിയലിസത്തിനെതിരെ, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒക്കെ ചൂണ്ടിക്കാണിച്ച് നടത്തുന്ന കവിതകളെയാണ് അവരെ ദിഗംബര കവിത എന്ന് പറയുന്നത്. നമ്മൾ ഈ പുല്ലൂർ വാചനം അല്ലെങ്കിൽ അയ്യപ്പണിയിലൊക്കെ എഴുതിയ ഈ കാർട്ടൂൺ കവിതയുടെ ഒരു രീതി പിന്തുടർന്നുകൊണ്ട് ചെറിയ